വൈദ്യുതി പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ദേശീയ തലത്തിലുണ്ട്. കേരളം കൂടുതലായിട്ട് വൈദ്യുതി ജനസംഖ്യാനുപാതികമായിട്ട് ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ആവശ്യം 3500 മുതൽ 3600 വരെ മെഗാവാട്ടായിരുന്നു. ഇപ്രാവശ്യം അത് 4700 മുതൽ 4800 വരെയായിട്ട് ഈ 2026 വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 1100 മെഗാവാട്ടിൻ്റെ വർധനവുണ്ടായി. കേരളം ഇതുവരെയും നമ്മുടെ ആവശ്യത്തിൻ്റെ 17% മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും സോളാറായിട്ടും വിൻഡായിട്ടും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് കേവലം നമ്മുടെ ആവശ്യത്തിൻ്റെ 17% മാത്രമാണ്. ഞാനത് അസംബ്ലിയിലും ഈ പ്രയാസം വന്നപ്പോൾ റൂൾ 300 പ്രകാരം അസംബ്ലിയിലും ഞാൻ വ്യക്തമാക്കിയതാണ്. അസംബ്ലിയിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതാണ്. ഈ വർഷത്തെ നമ്മളുടെ ജലലഭ്യത കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് പകുതിയിൽ കണ്ട് കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിൻ്റെ 60% കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്രാവശ്യം അത് 28% നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലസംഭരണികളിലെ ജലനിരപ്പ് കുറഞ്ഞു. രാജ്യത്തൊട്ടാകെ മഴ കുറഞ്ഞു. അത് വൈദ്യുതി ഉൽപ്പാദനത്തെ സാരമായിട്ട് ബാധിക്കുന്നു. മഴ കുറയുമ്പോഴത്തെ വേറൊരു അപകടം, മഴ കുറയുന്നതിൻ്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ഉപയോഗം കൂടും. കൂടുതൽ വീടുകൾ വന്നു, കൂടുതൽ സ്ഥാപനങ്ങൾ വന്നു. അപ്പോൾ വൈദ്യുതി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് വന്നു, കൂടുതൽ എയർ കണ്ടീഷണറുകൾ വന്നു, വീടുപകരണങ്ങൾ വന്നു. അവരെല്ലാം വൈദ്യുതി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഉപയോഗത്തിലെ നിയന്ത്രണം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തണം. അനാവശ്യമായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്ന ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. രാത്രി കാലങ്ങളിൽ ഇസ്തിരി ഇടുന്നത് ഒഴിവാക്കണം. AC സംബന്ധിച്ച്, എയർ കണ്ടീഷണറെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കമ്മിറ്റി വന്നിരുന്നു തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രിയും ഞങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചു. അവർ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞതാണ്, കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ എയർ കണ്ടീഷണറിന് 27 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നിശ്ചയിക്കാൻ കേന്ദ്രം ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. ഞാൻ മിനിഞ്ഞാന്ന് ആവശ്യപ്പെട്ടത് 25 ഡിഗ്രി സെൽഷ്യസിലെങ്കിലും അത് നിജപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വൈദ്യുതി സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആര്യാടൻ മുഹമ്മദ്, KC ജോസഫൊക്കെ മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഒരു ദീർഘകാല കരാറിന് രൂപം നൽകിയിരുന്നു. 4 രൂപ 29 പൈസയ്ക്ക് നമുക്ക് ദീർഘനാളത്തേക്ക് രാത്രിയും പകലും വൈദ്യുതി കിട്ടുന്ന ഒരു സംവിധാനമായിരുന്നു അന്ന് ഏർപ്പെടുത്തിയത്. ആ കരാറ് പിന്നീട് വന്ന ഗവൺമെൻറ് ആ കരാർ റദ്ദാക്കി. അതിൻ്റെ അനന്തരഫലം, അതിൻ്റെ കെടുതികൾ ഇപ്പം നമ്മൾ വളരെ വിഷമകരമായിട്ട് അനുഭവിക്കുകയാണ്. ആ കരാറ് വീണ്ടും നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ വൈദ്യുതി ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കപിൽ സിബലിനെ എൻഗേജ് ചെയ്തുകൊണ്ട് ആ കേസ് നമ്മൾ നടത്തുകയാണ്. നമ്മൾ ആ കേസിൽ കേരളത്തിൻ്റെ ആവശ്യകത ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ പറയും. നമുക്ക് സോളാർ ഉൽപ്പാദനം ധാരാളമായിട്ടുണ്ട്. സോളാർ എനർജി നമ്മൾ ഗ്രിഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പകൽ സമയത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്, പകൽ സമയത്ത് മാത്രമാണ്. രാത്രി കാലങ്ങളിൽ അത് പ്രിസർവ് ചെയ്ത് വെക്കാൻ സ്റ്റോറേജ് സംവിധാനം കേരളത്തിലില്ല. പകൽ സമയത്ത് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് അതിൻ്റെ വില 1 പൈസയാണ്. എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞതാണ്. പകൽ സമയത്തെ വൈദ്യുതിയുടെ വില 1 പൈസയാണെങ്കിൽ രാത്രിക്ക് ആ 1 യൂണിറ്റിൻ്റെ വില 10 രൂപയാണ്. പകൽ സമയത്ത് 1 പൈസയ്ക്ക് കിട്ടുന്ന സാധനത്തിന് രാത്രിയാകുമ്പോൾ ഉപയോഗം കൂടുന്നു, ഉൽപ്പാദനം കുറയുന്നു. സംഭരിക്കാൻ, സ്റ്റോർ ചെയ്ത് വെക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് രാത്രിയാകുമ്പോൾ അതിൻ്റെ വില 10 രൂപയായിട്ട് വർദ്ധിക്കുകയാണ്. ആ വില കൊടുത്താലും നമുക്ക് വൈദ്യുതി കിട്ടില്ല. ഇന്ന് KC ജോസഫിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടി. എന്തായിരുന്നു? ഫുട്ബോൾ ദിവസങ്ങളിൽ ഇനി ഫൈനലിൽ എങ്കിലും ആ സമയത്ത് വൈദ്യുതി മുടങ്ങാതെ വരണം എന്ന് പറഞ്ഞു. അതിന് നമ്മൾ നടപടികൾ സ്വീകരിച്ചു. പകൽ നമുക്ക് ആവശ്യമില്ലാത്തതും രാത്രി നമുക്ക് ആവശ്യമുള്ളതുമായ വൈദ്യുതി പകലത്തേക്കും വാങ്ങുകയാണ്. കാരണം വിൽക്കുന്ന സ്റ്റേറ്റുകൾക്ക് രാത്രി മാത്രമായിട്ട് നമുക്ക് തന്നാൽ പകൽ അവർ നഷ്ടപ്പെടുകയാണ്. പകലും രാത്രിയും വാങ്ങാനുള്ള സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിലും, പകൽ സമയത്ത് നമുക്ക് ആവശ്യമില്ലെങ്കിലും രാത്രി ആവശ്യമായതുകൊണ്ട്, അത്യാവശ്യമായതുകൊണ്ട് രാത്രിയും പകലും ഒരുപോലെ വില കൊടുത്ത് നമ്മൾ ഞായറാഴ്ചത്തേക്ക് ഫുട്ബോളിൻ്റെ ദിവസം നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ്. എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടി ആലോചിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കലാണ്, ഉപയോഗം പരിമിതപ്പെടുത്തലാണ്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള വിവിധ നടപടികളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇത് ഒറ്റ ദിവസം കൊണ്ടോ, ഒരാഴ്ച കാലം കൊണ്ടോ, 2 മാസക്കാലം കൊണ്ടോ സാധ്യമല്ല.